ബോംബെ എന്ന സിനിമയിലെ AR റഹ്മാന്റെ ഈണങ്ങൾ നിത്യഹരിതമാണ്. എന്നാൽ ഇതേ റഹ്മാനെ ആ സിനിമയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കാൻ തയ്യാറെടുത്തതായിരുന്നു സംവിധായകൻ മണിരത്നം. ഒടുവിൽ കരഞ്ഞുകൊണ്ട് ആ തീരുമാനം ഉപേക്ഷിക്കേണ്ടി വന്നു മണിരത്നത്തിന്. ബോംബെയിലെ ഹിറ്റ് ഗാനങ്ങളുടെ പിറവിക്ക് പിന്നിൽ സംഭവിച്ച ഈ പുറത്താക്കൽ കഥ രസകരമാണ്. റഹ്മാന്റെ സംഗീത ജീവിതത്തിലെ നാഴികക്കല്ലായിരുന്നു റോജ. സംവിധായകൻ മണിരത്നമായിരുന്നു അതിന് കാരണക്കാരൻ. 3 വർഷത്തിന് ശേഷം 1995 മണിരത്നത്തിൻ്റെ ബോംബെ റിലീസായത്. ബോംബെയിലും റഹ്മാൻ അല്ലാതെ മറ്റൊരു ചോയ്സ് മണിരത്നത്തിന് ഉണ്ടായിരുന്നില്ല. ബോംബെ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹമ്മ ഹമ്മ എന്ന ഗാനമാണ് ഇനി ചിത്രീകരിക്കേണ്ടത്. എന്നാൽ പല ദിവസങ്ങളായിട്ടും റഹ്മാൻ ഒരൊറ്റ ഗാനം പോലും ചിട്ടപ്പെടുത്തിയിട്ടില്ല. പിറ്റേന്ന് ഹമ്മ ഹമ്മ പാട്ട് ചിത്രീകരിക്കാനായില്ലെങ്കിൽ ഷൂട്ടിംഗ് നിന്നുപോകുന്ന അവസ്ഥയാണ്. സംവിധായകൻ ആകെ കുഴഞ്ഞു. റഹ്മാനെ പറഞ്ഞുവിടാൻ തന്നെ കണിശക്കാരനായ മണിരത്നം തീരുമാനിച്ചു. അന്ന് വൈകിട്ട് റഹ്മാൻ സംവിധായകനെയും ക്യാമറാമാൻ രാജീവ് മേനോനെയും മുറിയിലേക്ക് ഒന്ന് ചെല്ലാൻ ആവശ്യപ്പെട്ടിരുന്നു. ചെന്നപാടെ ഒരു ക്ഷമാപണത്തോടെ റഹ്മാൻ പറഞ്ഞു, നാളെ ചിത്രീകരിക്കേണ്ട ഗാനത്തിൻ്റെ ട്യൂണൊന്നും ഇതുവരെ ശരിയായിട്ടില്ല. പിന്നെന്തിനാണ് ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയതെന്ന് മണിരത്നം ദേഷ്യത്തോടെ ചോദിച്ചു. മറ്റൊന്ന് എനിക്ക് നിങ്ങളെ കേൾപ്പിക്കണമെന്നുണ്ട്, റഹ്മാൻ പറഞ്ഞു. തുടർന്ന് ബോംബെ സിനിമയിലെ പ്രശസ്തമായ ആ തീം മ്യൂസിക് റഹ്മാൻ മണിരത്നത്തിനെ കേൾപ്പിച്ചു. ഗാനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ട അത്ര നാളും കൊണ്ട് ധ്യാനനിമഗ്നനായിരുന്ന് റഹ്മാൻ തീർത്തത് അത്ഭുതപ്പെടുത്തുന്ന ആ തീം മ്യൂസിക്കായിരുന്നു. തീം മ്യൂസിക് കേട്ട് സ്തംഭിച്ചിരുന്നു പോയ മണിരത്നത്തിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഇത്ര ദിവസമായിട്ടും ഗാനങ്ങളൊന്നും ചിട്ടപ്പെടുത്താത്ത നിന്നെ പുറത്താക്കാനാണ് ഞാൻ വന്നത്. എന്നാൽ നിന്റെ സംഗീതം എന്നെ കരയിപ്പിച്ചു, മണിരത്നം പശ്ചാത്താപത്തോടെ റഹ്മാനോട് പറഞ്ഞു. തീം മ്യൂസിക് പൂർത്തിയാക്കിയതിനു പിന്നാലെ അടുത്ത 3 ദിവസം മാത്രമെടുത്താണ് ബോംബെയിലെ പ്രശസ്തമായ എല്ലാ ഗാനങ്ങളും റഹ്മാൻ ചിട്ടപ്പെടുത്തിയതെന്നതാണ് മറ്റൊരു അത്ഭുതം. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്.